നീലാംബരി. രചന നീലാംബരി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ ഊഞ്ഞേരി. ലാവണിയുടെ കൂടെ അമ്പലത്തിൽ പോയതാണ് മായ. നാളെ എല്ലാവരും കൂടി മേലാറ്റ് തറവാട്ടിലേക്ക് താമസം മാറുകയാണ്. എത്ര നാളത്തേക്കെന്ന് അറിയില്ല. ഓർക്കുമ്പോൾ എല്ലാവരിലും ഭയം തന്നെയാണ്. പക്ഷെ അനിരുദ്ധന്റെ കയ്യിൽ കിട്ടുന്നില്ല നല്ലത് തറവാട് തന്നെയാണെന്ന് എല്ലാവർക്കും തോന്നി. ഇപ്പോൾ താമസിക്കുന്നത് അടച്ചുറപ്പില്ലാത്തൊരു വീടാണ്. അനിരുദ്ധൻ വലിയ നമ്പൂരി എന്ന് ഊതിയാൽ വീട് പൊളിഞ്ഞ് താഴെ വീഴും. അനിരുദ്ധൻ തന്നെ രണ്ടാമത് പൂജിച്ചു കൊടുത്ത ഏലസിന് പുറമെ ദേഹം മുഴുവൻ വാരി ചുറ്റാൻ വേണ്ടി ചരട് പൂജിക്കാൻ കൊടുത്തിട്ട് അമ്പലത്തിൽ കാത്തു നിൽക്കുകയാണ് ശശിധരനും കുടുംബവും. പക്ഷെ മായ മാത്രം തിരികെ വീട്ടിലേക്ക് വന്നു. പാക്ക് ചെയ്യാൻ സാധനങ്ങൾ കൂടുതൽ അവൾക്കാണ്. മുറിയുടെ ഒരു കോണിൽ തന്നെ കെട്ടിരിക്കുന്ന അയലായി വലിച്ചു വാരി തൂക്കിയിട്ടിരിക്കുന്ന തുണികൾക്ക് മീത് ഉടുത്തിരുന്ന സാരി അഴിച്ചിട്ടു അവൾ. അടിപ്പാവാടയും ബ്ലൗസും മാത്രം ധരിച്ചുകൊണ്ട് അതേ അയയിൽ നിന്നൊരു ചുരിദാറിനായി തിരഞ്ഞു അവൾ. നാശം, ചുരിദാറിട്ട് പോയാൽ മതിയായിരുന്നു. സാരി വാരി ചുറ്റി പോയിട്ട് എന്തിനാ? വേഷം കിട്ട്. സാരി ചുറ്റി നടന്ന കല്യാണം നടക്കും പോലും കൽപ്പന അപ്പച്ചി അങ്ങ് കൊല്ലണം. തൊള്ളയുടെ ഓരോ പുത്തി. ചുരിദാറിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ കെട്ടിയാൽ മതിയും ആയേ. ഇതൊന്നും ഇല്ലാതെ ഞാൻ കാണുന്നതിൽ നിനക്ക് കുഴപ്പം വല്ലതും കൊണ്ടോടി? സ്വയം പിറുപിറുത്തുകൊണ്ട് പറയുന്നതിനിടയിൽ പുറകിൽ നിന്നും കേട്ട ശബ്ദത്തിൽ മായൊന്നും ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കി മുകുന്ദൻ. മുന്നിൽ നിൽക്കുന്നവനെ കാണേ അവളുടെ ദേഹം വിറച്ച്. ഞൊടിയിടയിൽ വാതിലടച്ച് കുറ്റിയിട്ടിരുന്നവൻ. മുകുന്ദേട്ടൻ എന്താ ഇവിടെ? ലാവണി ഇവിടെ ഇല്ല. വാതിലടച്ച് എന്തിനാ? തുറക്ക്. തൊട്ടു മുന്നേ അഴയിൽ അഴിച്ചിട്ട് സാരി വാരി നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുമ്പോഴും മായയുടെ ശബ്ദമിടറി. ലാവണ്യ ഇവിടെ ഇല്ലെന്ന് അറിഞ്ഞിട്ട് തന്നെയാടേ ഞാനിങ്ങോട്ട് കെട്ടിയെടുത്ത് നിന്നെ ഒന്ന് തനിച്ച് കാണാൻ. ഒടുത്തിരുന്ന മുണ്ട് ഒരിക്കൽ കൂടി അഴിച്ചൽപ്പം കയറ്റിയെടുത്ത് മുകുന്ദൻ. എന്നെയോ? എന്നെന്തിനാ നിങ്ങൾ കാണുന്നത്? നിങ്ങളുടെ ഭാര്യ ലാവണിയല്ലേ? ഇറങ്ങിപ്പോടോ. ഭാര്യയോ? ആരുടെ ഭാര്യ? നീ ഉൾപ്പെടെ ആ നാശത്തെ എന്റെ തലയിൽ കെട്ടിവച്ചരടി. എനിക്കതൊന്നും കേൾക്കണ്ട. ഇറങ്ങി പുറത്തിറങ്ങി. എനിക്ക് ഡ്രസ്സ് മാറണം. കണ്ണുകൾ മുറുക്കി അടച്ചു പിടിച്ച് മായ അലറി. മാറിക്കോ, എന്റെ മുന്നിൽ നിന്ന് മാറിക്കോ. നീ നിനക്കെന്നോട് പ്രേമല്ലേ? നീയല്ലേ വിളിച്ചു പറഞ്ഞ് ആ ലാവണിക്ക് എന്നെ ഇഷ്ടമില്ലായിരുന്നോ? നിനക്കെന്നോട് പ്രേമാണെന്നോ? അപ്പൊ മോള് വാ, നമുക്ക് പ്രേമിക്കാം. മുകുന്ദൻ ഓരോ അടി മുന്നോട്ട് വയ്ക്കുന്തോറും മായ ഭയത്തോടെ പുറകിലേക്ക് അടിവെച്ചുകൊണ്ടിരുന്നു. നിന്ന് തിരിയാനിടമില്ലാത്ത ആ മുറിയിൽ അവന്റെ 2 ചൂടുകൾ മാത്രം മതിയായിരുന്നു അവളുടെ അടുത്തേക്ക് എത്താൻ. ഞാൻ വിളിച്ചു താൻ പോടോ. എന്നെ തനിക്കറിയില്ല. അച്ഛൻ അറിഞ്ഞാലുണ്ടല്ലോ. ലാവണിയേ, അപ്പച്ചി. അവൾ ഉറക്കെ 2 വട്ടം അലറിയതും മുകുന്ദൻ അവളെ ചുറ്റിപ്പിടിച്ചിരുന്നു. പള്ളിയരിച്ചുകൊണ്ട് അവൻ അവളുടെ വായ പൊത്തിപ്പിടിച്ചു. കിടന്ന് പെടക്കാതെടി. നീ ആരടി പുല്ലേ? കാണാൻ വകതിരിവില്ലാത്ത നിന്നെയൊന്നും നോക്കാൻ കൂടി തോന്നിയിട്ടില്ലേ മുകുന്ദനിതുവരെ? തമ്മിൽ ഭേദമെന്നുള്ള ഒറ്റ കാരണത്താലും ഈ വീടും പറമ്പെന്റെ തള്ളയുടെ പേരിൽ ആവാൻ വേണ്ടി മാത്രമാ നിന്റെ ആ വകതിരിവില്ലാത്ത ലാവണ്യ പണ്ടാരത്തോട് ഞാൻ പ്രേമം നടിച്ച്. പക്ഷേ നിന്റെ പ്രേമം ഞാൻ കൂടി അറിയട്ടെ. നീ ഒളിപ്പിച്ചു വെച്ചതല്ലേ? എവിടെയാ നീ ഒളിപ്പിച്ചു വെച്ച്? കാണിക്കണി. അത്രയും പറഞ്ഞുകൊണ്ട് മായ ചുറ്റിപ്പിടിച്ചു വെച്ച സാരിയും വലിച്ചെറിഞ്ഞ് ഒറ്റ വരിയിൽ അവളുടെ ബ്ലൗസിനെ 2ആയി പിളർത്തിയിരുന്നവൻ. കൈകൾ കൊണ്ട് മാറിട മറിച്ച് മായ തിരിഞ്ഞുകൊണ്ട് കൂനി കൂടി അലമുറയിട്ട് കരഞ്ഞു. അപ്പച്ചി, ഒന്ന് നിക്കടാ. അഴിച്ചിട്ട് പാടില്ലല്ലോ. വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ അല്പം വേഗത്തിൽ നടക്കുന്ന ദത്തന്റെ പുറകെ എത്താൻ ശശിധരൻ വേഗത്തിൽ ഓടി. പുറകെ ഓടുന്ന കൽപ്പനയ്ക്ക് സന്തോഷം കൊണ്ട് വേഗത കുറഞ്ഞ പോലെ തോന്നി. ഒരു പൊട്ടിയെ പോലെ ഒന്നും മനസ്സിലാവാതെ കൂടെ ഓടി ലാവണ്യ. ദത്ത. ശശിധരന്റെ കാറിച്ച അപ്പോഴാണ് ദത്തന്റെ ചെവിയിലെത്തിയത്. എന്താളിയാ വിശന്നിട്ട് കുടലെത്തുന്നു? വീട്ടിലെത്തിയിട്ടോ വല്ലതും വെട്ടി വിഴിയാൻ? ഒന്ന് വേഗം വാളിയാ ദത്ത. അയ്യോ, തളർന്നല്ലോ ദത്ത. കോളടിച്ചു ദത്ത. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരാൻ പോവാ. മറ്റേ സിനിമക്കാർ വിളിച്ചിരുന്നു. തറവാടിൽ വെച്ച് ഷൂട്ട് എടുത്താൻ അവർക്ക് സമ്മതാണെന്ന് പറഞ്ഞു. കുറെ വീടുകളിൽ നിന്ന് നമ്മുടെ തറവാട് ആ സാർമാർക്ക് ഇഷ്ടപ്പെട്ടെന്ന്. അയച്ചുകൊണ്ട് നടുവിൽ കൈകൾ കുത്തി ശശിധരൻ പറഞ്ഞൊപ്പിച്ചു. അളിയാ, സത്യമാണോ അളിയാ? അപ്പൊ ഇതാരോ പറഞ്ഞ്? ആ ബ്രോക്കർ വിളിച്ചിരുന്നേ. നമ്മളോട് എറണാകുളത്തുള്ള അവരുടെ ഓഫീസിൽ പോയി കാണാമോന്ന് അയാൾ ചോദിക്കുക. നമുക്ക് അഡ്വാൻസ് തുക തരാൻ വേണ്ടിയാന്ന്. നല്ലൊരു തുക മുൻകൂട്ടി തന്നെ കൈ കിട്ടുമെന്ന് ആ ബ്രോക്കർ പറഞ്ഞ്. എന്റെ കൈയും കാലും വറക്കുന്നതെത്താ. പോ, ഞാനും വരാം. എന്നാ പോയിണ്ട്? തിങ്കളാഴ്ച ചെല്ലാൻ ആ കമ്പനിയുടെ ഓണർ പറഞ്ഞെന്ന്. നമുക്ക് ഞായറാഴ്ച രാത്രി തന്നെ പോവാം. 2 ദിവസം ഇങ്ങനെ തള്ളി നീക്കുന്ന ഓർക്കുമ്പോഴാ. ശശിയേട്ടാ, ഞാനും വരാം. എന്നെ കൊണ്ടുപോ. പുറകെ ഓടിക്കുന്ന സ്ഥിതിയെ കൽപ്പന ചോദിച്ചു. ഞാനും ഉണ്ട്, എന്നെ കൂടി. ഒരിളിയോടെ ലാവണി കൂടി പറയുമ്പോൾ ദത്തിന് ദേഷ്യം വന്നു. ഇതെന്താ വല്ല ഊട്ടിക്കോ മൈസൂർക്കോ ടൂർ പോവുകയാണോ? നിന്നെയൊക്കെ കൂടി കെട്ടിയെടുക്കാൻ?
അല്ല ദത്ത, എനിക്ക് സന്തോഷം കൊണ്ട് കാര്യം നിലന്തോടുന്നില്ല ദത്ത. എല്ലാത്തിനെയും കൊണ്ടുപോവാം. നമുക്കൊരു പോക്കങ്ങ് പോവാൻ ദത്ത. കയ്യിൽ പൂത്ത കാശിൽ വരാൻ പോകുന്നത് ഓർക്കുമ്പോ കുളിര് പോരാ. ശരിയാ ശശിയേട്ടാ, ആ നാശം പിടിച്ചവള് കുടുംബത്തിൽ നിന്ന് പോയേ പിന്നെയാ നമ്മൾ തേടിയ ഭാഗ്യങ്ങളൊക്കെ വന്നത്. ഈ ലാവണ്യ ഐശ്വര്യമുള്ള കൂട്ടത്തിലാന്നാ തോന്നുന്നു. നീ മുകുന്ദന്റെ ഭാഗ്യാടി. നല്ലൊരു ഇളി പാസാക്കി ലാവണ്യ മനസ്സിൽ പിറുവിറുത്തു. പിന്നെ ഭാഗ്യം ഒന്ന് പോതള്ളേ. ഞാനും കൂടി വരാമെന്ന് പറഞ്ഞ എറണാകുളം കണ്ട് അർമാദിക്കാനല്ല, എല്ലാം മുകുന്ദേട്ടനെ അറിയിക്കണം. അതിൽ പാതി കാശ് ഞങ്ങൾ കൂടി അവകാശപ്പെട്ട. കുറച്ച് പണം തട്ടിയെടുക്കാനുള്ള ഐഡിയ മുകുന്ദേട്ടന് പറഞ്ഞു കൊടുക്കണം. അതോടെ ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളങ്ങ് കഴിയും. എൻ്റെ നില, നീ എന്താ ഇപ്പോഴും വിഷമിച്ച് നിൽക്കുകയാണോ? അവനൊരു തമാശ പറഞ്ഞല്ലേ. ഇങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ തിരികെ പോകും കേട്ടോ. നിന്റെ മൂടൊന്ന് മാറ്റാൻ വേണ്ടിയാ ഞാൻ നീ പറഞ്ഞ പോലെ ശ്രീമംഗലത്ത് നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന്. നിനക്കിവിടെ വന്നിട്ട് ഏതോ മുറിയോ ജനാലയോ മറ്റോ നോക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് വൈകുന്നേരം ശ്രീമംഗലം തറവാട്ടിൽ നിലയും കൂട്ടി വന്നാണ് ശ്രീ. ആകെ വിഷമിച്ചിരിക്കുന്ന അവളുടെ മുഖം അങ്ങനെയെങ്കിലും ഒന്ന് തെളിയട്ടെ എന്ന് കരുതിയാണ് അവളെയും കൂട്ടി ശ്രീ ഇവിടേക്ക് വന്ന്. തമാശയോ? ഗെറ്റ് ലോസ്റ്റ് യു ഇഡിയറ്റ് എന്ന് പറഞ്ഞാൽ എറണാകുളത്തൊക്കെ തമാശയാണോ? അനുഭവിച്ചോ? നിങ്ങൾ തമ്മിൽ ചേരില്ല പിള്ളേരെ. മുൻവശത്തെ വാതിൽ തുറന്നുകൊണ്ട് ശ്രീ അവളെ കളിയാക്കി. ശ്രീയമ്മ എപ്പോഴും അങ്ങനെ പറയാതെ. അവളുടെ ചിണുങ്ങിയുള്ള സംസാരം കേൾക്കെ ശ്രീക്ക് ചിരി പൊട്ടി. വാതിൽ തുറന്ന് ഇരുവരും അകത്തേക്ക് കയറി. കൈലാസം പോലെ വലിയൊരു തറവാട് തന്നെയായിരുന്നു ശ്രീമംഗലവും. പറഞ്ഞു പണിയിപ്പിച്ച പോലെ കാഴ്ചയിൽ രണ്ടും ഏകദേശം ഒരുപോലെ തോന്നി നീലാംബരിക്ക്. ഓരോ മുറികൾ അടഞ്ഞു തന്നെ കിടക്കുകയാണ്. വീടിനുള്ളിൽ പഴയ ഓർമ്മകളുടെ ഗന്ധമാണ്. കുഞ്ഞുനാഥും കുഞ്ഞു ശ്രീയും പിച്ച് വെച്ച് ഓടിക്കളിച്ച് വളർന്ന വീട്. ശ്രീയുടെ കണ്ണുകൾ ഈറനണിഞ്ഞതും നിലാവരെ പുറകിലൂടെ പുണർന്നു. വാടാ, മുകളിലേക്ക് പോവാം. എൻ്റെ ഏട്ടൻ്റെയൊക്കെ മുറി മുകളിലാ. കാവ്യ കൂടി കൂട്ടായിരുന്നു അല്ലേ? അതങ്ങനെ ഒരു ഉറക്കഭ്രാന്തി. കണ്ണുകൾ അമർത്തി തുടച്ചിരിക്കാൻ ശ്രമിച്ച ശ്രീ. ശ്രീയമ്മ, എങ്ങനെയാ നാഥ് സാർ മരിച്ചത്? മുകളിലേക്ക് കയറുമ്പോൾ കുറെ നാളുകളായി മനസ്സിലൊളിപ്പിച്ച ആ ചോദ്യം അവളങ്ങ് ചോദിച്ചു. നാഥ് സാറ് ഇനി അങ്ങനെയല്ലേ വിളിക്കേണ്ടത്. നമ്മുടെ കൂടെ ഇല്ലെങ്കിലും മുഖത്ത് നോക്കി വിളിക്കാൻ ഇനി പറ്റിയില്ലെങ്കിലും ഉണ്ണിക്കൂട്ടം വിളിക്കും പോലെ നാഥങ്ങളെന്ന് വിളിച്ചാൽ മതി കേട്ടോ. അതുപോലെ ശിവേട്ടനെ ഇനി സാറെന്ന് വിളിച്ചളരുത്. ഡാഡ് എന്നാ ഉണ്ണിക്കൂട്ടം വിളിക്കുന്നത്. അപ്പം മോളും അങ്ങനെ വിളിക്കാം. ഇല്ലെങ്കിൽ അച്ഛനെന്നോ പപ്പയെന്നോ എങ്ങനെ വേണമെങ്കിലും വിളിക്കാം. നീലയൊന്ന് ചിരിച്ച്. ഇപ്പം ചെറിയ ചിരിയൊക്കെ വരുന്നുണ്ടല്ലേ. ശ്രീയമ്മ പറ. സർ അല്ല, അങ്കിൾ എങ്ങനെയാ? മരിച്ചോ ഇല്ലയോ എന്ന് അറിയില്ല നില. അയ്യോ സോറി, ഞാൻ അറിയാതെ ചോദിച്ചു പോയതാ. അങ്കിളിനെങ്ങനെയാ കാണാതായത്? ശ്രീയുടെ മുഖത്താകെ ദുഃഖം തളം കെട്ടി. ഭൂതകാലത്തെ ഓർമ്മകൾ അവരെ കീറി മുറിച്ചു. അതൊരു വലിയ കഥയാന്നില്ല. ഒരു പ്രണയകഥ. ഒരുവളുടെ പ്രണയിച്ചതിൽ അകപ്പെട്ടു പോയതാ ഏട്ടൻ. ഒരു പെൺകുട്ടി അറിഞ്ഞുകൊണ്ട് എന്നെ ചതിച്ചതാ എൻ്റെ ഏട്ടനെ. ചതിച്ചതോ? എങ്ങനെ? ഏട്ടൻ അവളോട് ആത്മാർത്ഥ പ്രണയമായിരുന്നു. പക്ഷെ അവൾ പ്രണയം നടി ചതിച്ചു. ഏട്ടനെ പ്രണയിച്ച് ചതിച്ചിട്ട് അവസാനം അവൾ അവിടെ ഒരു ബന്ധുവിൽ നിന്നും പ്രഗ്നൻ്റായി. ആ വീട്ടുകാർ അവളെ അയാളെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. ഏട്ടൻ അവളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പുറപ്പെട്ടു പോയതാ. പക്ഷെ അവിടെ എത്തി ഇതൊക്കെ അറിഞ്ഞപ്പോൾ പിന്നെ തിരികെ വന്നില്ല. അവിടെയുള്ളവരും പിന്നീട് ഏട്ടനെ കണ്ടിട്ടില്ല. ആ സ്ത്രീ എന്തിനാ അങ്കിളിനെ ചതിച്ച്? പിന്നെ ശ്രീയമ്മ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? ചതിച്ചത് എന്തിനാണെന്ന് അറിയില്ല. മേ ബി ഒരു ഊരി തന്നെയാണെന്ന് കരുതി കാണും. ഏട്ടൻ അങ്ങനെയാ. ആരോടും വലിയ വീട്ടിൽ ജനിച്ചവനാണെന്നോ പണക്കാരനാണെന്നൊന്നും പറയാറില്ല. കാണുന്നവരുടെ കണ്ണിൽ ക്യാമറ തൂക്കി നടക്കുന്ന ഒരു അനാഥ്. ഞാനിതൊക്കെ അറിഞ്ഞ് രാമഭദ്രങ്ങൾ പറഞ്ഞിട്ടാ. ശിവേട്ടൻ്റെ അച്ഛൻ അതേ ഏട്ടനെ അന്വേഷിച്ചു പോയി. അവളുടെ വീട്ടുകാരൊക്കെ കണ്ട് സംസാരിച്ചു. പിന്നെ ഈ വിവരങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്ന ഏട്ടൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞ് അറിഞ്ഞത്. തിരികെ വരുന്ന വഴി ഒരു ആക്സിഡൻറ്റിൽ ശിവേട്ടൻ്റെ അച്ഛന് ഈ അവസ്ഥയായി. ഇനി പറഞ്ഞിട്ടെന്ത് കാര്യമില്ല, എല്ലാം വിധി. ഏട്ടൻ്റെ കാറ് കിട്ടിയതൊരു കൊക്കയിൽ നിന്നാണ്. നിന്റെ ജാൻസാറ് കുറേ കാലം അലഞ്ഞു നടന്നു അവൻ്റെ അങ്കിളിനെ തേടി. എന്തൊക്കെയോ ദുരൂഹതയുണ്ടെന്നില്ല. അതൊക്കെ അറിഞ്ഞാൽ നീ പേടിക്കും ചിലപ്പോൾ. അതുകൊണ്ട് തന്നെ ജാൻ ആക്സിഡന്റ് ഉണ്ടായതിന്റെ പിന്നിലെ കഥയൊന്നും ശ്രീ നിലയോട് പറഞ്ഞില്ല. അവൾ തേടിയ മുറി ശ്രീ അവൾക്ക് മുമ്പിൽ തുറന്നു കാട്ടി. ഇത് ഏട്ടൻ്റെ മുറിയാ. ഈ മുറിയുടെ ജനാലയാവും നീ ഇന്നലെ പേരമരത്തിൻ്റെ മുകളിൽ നിന്ന് കണ്ടിട്ടുണ്ടാവുക. ഞാനിപ്പോൾ വരാം. എൻ്റെ റൂമിൽ പോയി പഴയ ഓർമ്മകളൊന്ന് അയവിറക്കട്ടെ. അതും പറഞ്ഞുകൊണ്ട് ഒരു ചിരിയോടെ ശ്രീ പുറത്തേക്ക് പോയി. നില ആ മുറിയിലൂടെ മെല്ലെ നടന്നു. ഒരുപാട് ഫോട്ടോകൾ ആ ചുമരുകളിൽ അവൾ കണ്ടു. ഭംഗിയുള്ള സീനറികൾ, വൈൽഡ് ആനിമൽസിന്റെ ക്രൂര വിനോദങ്ങൾ, ചില പുഷ്പങ്ങൾ, നാദുമേനോന്റെയും ഫാമിലിയുടെയും പലതരത്തിലുള്ള ഫോട്ടോകൾ എല്ലാം തന്നെ ഭംഗിയിൽ ഫ്രെയിം ചെയ്ത് ഭിത്തിയിൽ തൂക്കിയിരിക്കുന്നു. ആൾ മുന്നിൽ കണ്ട ജനലൊന്ന് തുറന്നു. ശരിയാണ്, കൈലാസം വീടിന്റെ പറമ്പിൽ കാണുന്ന പേരമരം അവൾ അവിടെ നിന്നും കണ്ടു. അസ്തമയ സൂര്യന്റെ പ്രകാശം പേരമരത്തിന്റെ മുകളിൽ പ്രതിഫലിക്കുമ്പോൾ ഈ മുറിയിൽ ഇരുള് ബാധിച്ച പോലെ അവൾക്ക് തോന്നി. ഒരു ചെറുകാറ്റ് അവളെ തഴുകി കടന്നു പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തറവാട്ടിൽ അവൾക്ക് മാത്രം അനുഭവപ്പെടാറുള്ള ആ പ്രത്യേക സുഗന്ധം അവിടെ ആകെ പരന്നു. പൊയ്കൻ ചുളിച്ചുകൊണ്ട് അവൾ മുറിയിലേക്ക് നോക്കി. തന്റെ മുന്നിൽ കാണുന്ന തടിയിൽ തീർത്ത വലിയൊരു അലമാരയിലേക്ക് നോക്കി നിന്നവൾ. ചെറുകാറ്റിൽ പോലെ അലമാരയുടെ ഒരു വശത്തുള്ള വലിയ മിറർ ചെറുതായി ഒന്ന് വിറക്കുന്ന പോലെ അവൾക്ക് തോന്നി.
അതിനടുത്തേക്ക് പോവാൻ പുറകിൽ വന്ന് ഇന്നാർ അവളോട് അലമുറയിടുന്ന പോലെ തോന്നി അവൾക്ക്. അവൾ മെല്ലെ നടന്നുകൊണ്ട് അതിനടുത്തേക്ക് നിന്നു. അവൾ ഹാൻഡിൽ പിടിച്ച് തിരിച്ച നിമിഷം നില പുറകിൽ കേട്ട ശ്രീയുടെ ശബ്ദത്തിൽ അവൾ ഹാൻഡിൽ നിന്നറിയാതെ കൈ പിൻവലിച്ചു പോയി. അതേ ഏട്ടന്റെ അലമാരയാ, തുറക്കാൻ പറ്റുന്നില്ലേ? അത് ലോക്കലല്ലോ, ഹാൻഡിൽ പിടിച്ച് തിരിച്ചാൽ മതി. നിറയെ ആൽബങ്ങൾ മാത്രമേ ഉള്ളൂ അതിൽ. ഓരോ യാത്രയിൽ എടുക്കുന്ന ഫോട്ടോസൊക്കെ ആൽബാക്കി സൂക്ഷിക്കും. പണ്ടൊക്കെ അങ്ങനെയാണല്ലോ. അത് ഏട്ടന്റെ ഹോബിയായിരുന്നു. അന്നൊക്കെ ഇതിൽ ഒന്നിൽ പോലും തൊടാൻ കൂടി സമ്മതിക്കില്ലായിരുന്നു ഏട്ടൻ. ചില നേരത്തുള്ള സ്വഭാവം കണ്ട ഉണ്ണിക്കുട്ടൻ്റെ അപ്പനാണെന്ന് തോന്നിപ്പോവും. അയ്യോ, അങ്ങനെയാണ് ഞാൻ തുറക്കുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും ഒരാളുടെ പ്രൈവസിയിൽ കൈ കടത്തുന്നത് ശരിയല്ലല്ലോ. ഏയ്, പണ്ട് ഇത് ലോക്കായിരുന്നു. ഏട്ടനെ കാണാത്ത സമയത്ത് എല്ലാം ഞങ്ങൾക്ക് തുറക്കേണ്ടി വന്നു. ഇപ്പൊ ഇത് ലോക്കല്ല. പെട്ടെന്നാണ് ശ്രീയുടെ ഫോൺ റിങ് ചെയ്ത്. നിന്റെ ജാന. ഒരു ചിരിയോടെ ശ്രീ ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ, ആ ഉണ്ണിക്കുട്ടാ. ശ്രീ മുറിക്ക് പുറത്തേക്ക് പോയി. ഒരു പുഞ്ചിരിയോടെ നില അലമാരയിലേക്ക് നോക്കിയതും അവളൊന്ന് ഞെട്ടിപ്പോയി. ഹാൻഡിൽ സൈഡ് ഡോർ തുറന്നു കിടക്കുന്നു. ഒരു ശബ്ദം കൊണ്ടുപോലും അവളെ ഭയപ്പെടുത്താതെ അവൾക്ക് വേണ്ടി ആരോ തുറന്നിട്ട പോലെ. അവളൊന്ന് രണ്ടടി പുറകിലേക്ക് വേയിച്ചു പോയെങ്കിലും ജനൽ വഴി വീശിയടിച്ച കാറ്റിൽ അവളൊന്ന് സമാധാനിച്ചു. പക്ഷേ അലമാരയുടെ ഉള്ളിൽ നിന്ന് അനുഭവപ്പെടുന്ന സുഗന്ധം അവളെ ചെറുതായി ഒന്ന് ഭയപ്പെടുത്തി. തനിക്ക് അനുഭവപ്പെടാറുള്ള ആ സുഗന്ധത്തിന്റെ 10 മടങ്ങുന്ന വണ്ണം അവളുടെ നാസികയിലേക്ക് തുളച്ച് കയറിയ ആ സുഗന്ധം. ഒരു കുഞ്ഞു ബോട്ടിൽ കണ്ണിലുടക്കിയ നിമിഷം തന്റെ വിറയാർന്ന ഇരുകൈകൾ കൊണ്ട് അവൾ അതെടുത്ത് മുഖത്തോട് അടുപ്പിച്ചുകൊണ്ട് ആഞ്ഞു ശ്വസിച്ചു. ആ നിമിഷം കണ്ണുകൾ നിറഞ്ഞ് തുളുമ്പിപ്പോയി അവളുടെ. അച്ഛൻ. അവൾ മനസ്സിലായി ഉരുവിട്ടതും അടുക്ക് തെറ്റി കുറെ ആൽബങ്ങൾ നിലത്തേക്ക് വീണിരുന്നു. നിലത്തേക്ക് ഇരുന്നുകൊണ്ട് തന്നെ അവൾ ഓരോന്നായി മടിയിൽ വെച്ച് മറിച്ചു നോക്കി. ഒരു പിടപ്പായിരുന്നു നെഞ്ചിൽ. ഇതിനുള്ളിൽ എന്തോ തന്നെ കാത്തിരിക്കുന്ന പോലെ. ഇത്രയും കൂട്ടി വായിച്ചിട്ടും മനസ്സിലാവാതിരിക്കാൻ മാത്രം മണ്ടിയല്ല നീയെന്ന് അവളുടെ ഉള്ളിലിരുന്ന് ആരോ പറഞ്ഞു. നോക്കിക്കഴിഞ്ഞ ആൽബങ്ങൾ ഓരോന്നായി അവൾ തിരികെ വെച്ചു. പ്രത്യേകിച്ച് ഒന്നും തന്നെ കണ്ടില്ല അവൾ. മനസ്സുവല്ലാതെ പിടച്ച നിമിഷം കണ്ണിലുടക്കിയ ഒരു ചെറിയ ലോഗോ. താൻ എവിടെയോ മുമ്പ് കണ്ട പോലെ ഒരു ഓർമ്മ വന്നു അവളിൽ. എവിടെയാണെന്ന് എത്ര ആലോചിച്ചിട്ട് ഒരു എത്തുപിടിയും കിട്ടുന്നില്ല. അവസാനം ഓർമ്മയുടെ ഒരു കോണിൽ മുത്തശ്ശന്റെ അലമാരിൽ തന്റെ അച്ഛന്റെ ഫോട്ടോ തിരഞ്ഞതും അവിടെ കണ്ട ആൽബത്തിന്റെ പുറം പേജിൽ ഇതുപോലൊരു ലോഗോ കണ്ടതായി അവൾക്ക് ഓർമ്മ വന്നു. അപ്പോൾ നാഥുമേനോന് തന്റെ തറവാടുമായി ബന്ധമുണ്ട്. ആ നാഥൻ തന്നെയാവണം ഇവിടെയുള്ള നാഥുമേനോൻ. ടീച്ചറമ്മ പറഞ്ഞ പോലെ എത്തേണ്ടടുത്ത് ഞാൻ എത്തിയോ? നിലത്തിരുന്ന കുഞ്ഞു പെർഫ്യൂം ബോട്ടിൽ കയ്യിലെടുത്ത് ഒരിക്കൽ കൂടി മണക്കുമ്പോൾ ഒന്ന് വിതുമ്പിപ്പോയി അവൾ. എന്താടാ, നിലത്ത് വീണല്ല? ശ്രീയുടെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ നിമിഷം ശ്രീക്കൊപ്പം നിൽക്കുന്നവനെ കണ്ട് അവളുടെ നെഞ്ചു പിടച്ചു. റൂമിന്റെ വാതിൽ ചാരി കൈ നെഞ്ചിൽ പിണച്ചു കെട്ടി വല്ലാത്തൊരു ഭാവത്തിൽ തന്നെ അവൾ നോക്കി നിൽക്കുകയാണ് ജാൻ. നിലത്തിരുന്നുകൊണ്ട് കറങ്ങിയ കണ്ണുകൾ ഉയർത്തി നിസ്സഹായ ഭാവത്തിൽ അവൾ ഇരുവരെയും മാറി മാറി നോക്കി. കുതിറിപ്പിടയുന്ന മായയുടെ ശരീരത്തിൽ അമർന്ന് അവളുടെ വായ പൊത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ മുകുന്ദൻ അവളിലേക്ക് ആഴ്ന്നിറങ്ങി. ആ നിമിഷം ഒരു പരിഹാസം അവനിൽ നിറഞ്ഞു. നിന്റെ ഇരട്ടയെ പോലെ നീയും പിഴയാണല്ലോടി. ആരാ? നിന്റെ കാമുകനോ അതോ ഇനി എന്നെ പോലെ വല്ലവനും വലിഞ്ഞേറി പണിതോ നിന്നെ? മായയുടെ കണ്ണുകൾ തുറിച്ചു വന്നു. അവന്റെ പിടിയിൽ ശ്വാസം കിട്ടുന്നില്ലെന്ന് തോന്നിപ്പോയി അവൾക്ക്. പുറത്തെ വാതിൽ കൊട്ടി കേൾക്കേണ്ട താമസം. ഒരു മിനിറ്റിൽ കാര്യം തീർത്ത് എഴുന്നേറ്റ് മുകുന്ദൻ. നിലത്തഴിഞ്ഞു കിടന്ന മുണ്ട് വാരി ചുറ്റുമ്പോൾ മായ നോക്കി കാർക്കിച്ച് തുപ്പിയ ശേഷമാണ് അവൻ മുറിവിട്ട് പുറത്തേക്ക് പോയത്. പക വീട്ടാൻ വേണ്ടി മാത്രം വന്നതാണ് അവൻ. അല്ലാതെ തന്റെ ശരീരം കണ്ട് മോഹിച്ചു വന്നാണെന്ന് വെറുതെ പോലും ചിന്തിക്കാൻ പാടില്ല. മായ സ്വയം തന്റെ ശരീരത്തിലേക്ക് നോക്കി. ഒരു മാറ്റവുമില്ല. അടിപ്പാവടയും കീറിയ ബ്ലൗസും അപ്പോഴും ദേഹത്തുണ്ട്. ആകെ ഒരു മാറ്റം എന്ന് പറയാൻ അഴിഞ്ഞുളഞ്ഞ മുടി മാത്രമാണ്. എന്നോ നഷ്ടപ്പെട്ട കന്യകാത്വത്തെ ഓർത്ത് അവൾ ഒരിക്കലും ദുഃഖം തോന്നിയിട്ടില്ല. ഫാഷൻ ഡിസൈനിങ്ങിന് പഠിക്കാൻ പോയപ്പോൾ ഒരു പഴയ കാമുകൻ എന്നെ അത് കവർന്നെടുത്തതാണ്. അപ്പോൾ ലാവണിയും തന്നെ പോലെ തന്നെ ആയിരിക്കണം. മുകുന്ദന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി മായയുടെ കാതുകളിൽ അലയടിച്ച്. വെറുപ്പോടെ മാത്രം കണ്ടവനിൽ നിന്ന് തന്നെ അടിച്ചമർത്തപ്പെടേണ്ടി വന്ന അവസ്ഥ. അതും സ്വന്തം സഹോദരിയുടെ ഭർത്താവ്. കണ്ണുകൾ പെയ്തുകൊണ്ടിരിക്കുമ്പോഴും പുറത്ത് ഇടിമുഴക്കം പോലെ കഥകിലെ കൊട്ടി ശക്തമായി. എന്താടി പാതിലോർക്കാൻ ഇത്ര താമസം? ഒരല്പസമയം കൂടി ഞങ്ങളുടെ കൂടെ അവിടെ നിന്ന് എന്തായിരുന്നു നിനക്ക്? നേരത്തെ വന്നിട്ട് എന്തും അറിയാൻ നീ ഇവിടെ മറിച്ചത്? കൽപ്പന അകത്തേക്ക് കയറിയതും പറഞ്ഞുകൊണ്ട് തുള്ളിച്ചാടി അകത്തേക്ക് പോയതൊക്കെ ഒരുമിച്ചായിരുന്നു. പക്ഷേ പുറകെ വന്ന ലാവണ്യെ നോക്കിയത് മുറ്റത്തഴിച്ചിട്ട മുകുന്ദന്റെ ചെരുപ്പിലേക്കാണ്. മുകുന്ദേട്ടൻ വന്നമായി? ആ, എനിക്കറിയില്ല. പോയി അയാളുടെ മുറി നോക്ക്. അതും പറഞ്ഞ മായ തിരിഞ്ഞിടന്നു. നീ വാതിൽ തുറന്നു കൊടുക്കാൻ മുകുന്ദേട്ടൻ എങ്ങനെ അകത്ത് കയറാനാ? ശേഷം വാതിൽ വിട്ടിട്ട് നീയല്ലേ? ലാവണ്യ വിട്ടുകൊടുത്തില്ല. മായക്ക് ദേഷ്യവും കരച്ചിലും ഒരുമിച്ച് വന്നു. തനിക്ക് പറ്റിയത് എങ്ങനെ വിളിച്ചു പറയാനാണ്? മുകുന്ദൻ തന്നെ പീഡിപ്പിച്ചു എന്ന് പറയണോ? ദേഹത്തൊരടയാളം പോലുമില്ല. ആകെയുള്ള കീറിയ ഉടുപ്പ് മാത്രം. അവന്റെ ബലത്തിന് മുമ്പിൽ ഒന്ന് കുതിരാൻ കൂടി പറ്റിയില്ല. എന്തോ കാട്ടിക്കൂട്ടി അവൻ എഴുന്നേറ്റു. നിന്നോടല്ലേടി ചോദിച്ച്? ലാവണി വീണ്ടും അലറി. എനിക്കറിയില്ലെന്ന് പറഞ്ഞില്ലേ? മുൻവശത്തെ വാതിൽ ഞാൻ അടച്ചിട്ടിരുന്നില്ല. നിന്റെ കെട്ടിയും കുറ്റിയിട്ടതാ ഇത്.
ദേഷ്യം മുഴുവൻ അവൾ പല്ലുകൾക്കിടയിൽ കടിച്ചൊതുക്കി. ലാവണിയുടെ കണ്ണുകൾ കൂർത്തു. അത് നിനക്കെങ്ങനെ അറിയാം? ലാവണി ചോദിക്കുമ്പോൾ മായ ആദ്യം ഒന്ന് പകച്ചുവെങ്കിലും പിന്നീട് കണ്ണുകൂർപ്പിച്ചതിനെ അവളും നോക്കി. നിനക്കെന്താ അറിയണ്ടേ? അതെ, അവൻ എന്റെ മുറി വന്നു. മതിയോന്ന് എനിക്ക് വേണ്ടി നീ ചോദിക്കും അവനോട്, അതോ നമ്മുടെ അച്ഛൻ ചോദിക്കോ? പറയടി, ആര് ചോദിക്കും? ആരോടെ ഞാൻ പറയണ്ടേ? ആരും ചോദിക്കില്ല. ആ നീലാംബരി പോയ പോലെ ഈ നരകത്തിൽ നിന്ന് ഒരിക്കലും ഇറങ്ങി ഓടും ഞാൻ. എന്റെ അവസ്ഥയേക്കാൾ സാധാരണ എനിക്ക് നിന്നോട് തോന്നുന്നില്ല അവനെ. നാളെ നിനക്ക് അവനെ പോലെ കഴിവുകെട്ടവനെ തലയിൽ ചുമക്കാൻ. ഈ കാര്യത്തിൽ പോലും മായ കണ്ണു നിറച്ചുകൊണ്ടകത്തേക്ക് പോകുമ്പോൾ ലാവണ്യ തറഞ്ഞു പോയി. ചെക്കന് പിണങ്ങിയിരിക്കാൻ പറ്റുന്നില്ല. പക്ഷെ നീലാംബരിയുടെ മനസ്സ് അലമുറിയിട്ട് കരയുകയായിരുന്നു. കഴിയുന്നില്ല. എവിടെയെങ്കിലും പോയി ഒളിച്ചിരുന്ന് അലറിക്കരയാൻ തോന്നിപ്പോയി അവൾക്ക്. കുട്ടിക്കാലം മുതലുള്ള ശീലമാണല്ലോ. പക്ഷെ ഈയിടെയായിട്ട് കരച്ചിലൊഴിയാത്ത നേരമില്ലെന്നുള്ളത് ഒരു സത്യമാണ്. അവളുടെ മടിയിലിരുന്ന ആൽബങ്ങൾ ഓരോന്നായി എടുത്ത് ശ്രീ അലമാരയിൽ തിരികെ വെക്കുമ്പോൾ കയ്യിലിരുന്ന കുഞ്ഞു ബോട്ടിൽ ആരും കാണാൻ നില മുറുകെ പിടിച്ചു. ശേഷം അവൾ പാന്റിന്റെ പോക്കറ്റിലേക്ക് ഇട്ടു. ജനലിന് പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ് ജാൻ. താൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടി അവന്റെ മനസ്സ് അവളോട് 1000 തവണ മാപ്പ് പറഞ്ഞു. ഞാൻ താഴെ കാണും, പെട്ടെന്ന് വന്നേക്കണ രണ്ടും, കേട്ടല്ലോ? മകന്റെ മനസ്സ് മനസ്സിലാക്കിയ പോലെ പറഞ്ഞ ശേഷം ശ്രീ പുറത്തേക്ക് പോകുമ്പോൾ നിലത്തുനിന്ന് പിടഞ്ഞെഴുന്നേറ്റു നീലാംബരി. ശ്രീയമ്മ. നീലാംബരിയുടെ ആവിളിയിൽ ശ്രീ ഒന്ന് തിരിഞ്ഞു നോക്കിയ നിമിഷം തന്നെ ജനൽ വഴി പുറത്തേക്ക് നോക്കിയിരുന്നവനും പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയിരുന്നു. എന്താടാ? നീലാംബരിയുടെ കറങ്ങിച്ചു വന്ന കണ്ണുകൾ ശരിക്കും അപ്പോഴാണ് ശ്രീ കാണുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ തെല്ലൊരു അതിശയഭാവം സ്ത്രീയിലുണ്ടായിരുന്നു. എനിക്ക് തറവാട്ടിലേക്ക് പോകണം. വല്ലാത്തൊരു ഉറപ്പുണ്ടായിരുന്നു അവളുടെ സ്വരത്തിൽ. ജാനൊന്ന് കൂർപ്പിച്ച് നോക്കി അവളെ. കണ്ട ആദ്യ നാളുകളിൽ എവിടെയോ ഇങ്ങനെ ഒരു ഭാവളിൽ അവൻ കണ്ടിട്ടുള്ളതാണ്. ബാക്കി കൂടി കേൾക്കാനെന്ന വണ്ണം ജാൻ അവളെ നോക്കി നിന്നു. നില മോളെ, ഇപ്പൊ അവിടേക്ക് പോയാലെങ്ങനെയാ? എന്തായാലും ഞങ്ങൾക്കൊരു ദിവസം അവിടെ പോവേണ്ടി വരും. ആദ്യം മാരേജ് ഡേറ്റ് ഒന്ന് അറിയട്ടെ, പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ദിവസം മോളുടെ തറവാട്ടിലേക്ക് പോവാം. അവരുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും വിവാഹത്തിന് സമ്മതിപ്പിച്ചിരിക്കും. പോരെ? അധികം വൈകിപ്പിക്കില്ല. എന്തേ? ചെറുപുഞ്ചിരിയോടെ ശ്രീ പറയുമ്പോഴും അവളുടെ മുഖം തെളിഞ്ഞിരുന്നില്ല. ഇല്ല ശ്രീയമ്മ, എനിക്ക് പോകണം. അമ്മയെ കാണാൻ തോന്നുക. അവിടെ ആരും എന്നെ ഒന്നും ചെയ്യില്ല. ഇനി അവിടേക്ക് ആരും വരില്ലെന്ന് അമ്മ പറഞ്ഞ്. എല്ലാവരും ഏതോ ആയുർവേദ ഹോസ്പിറ്റലിലാണ്. ഞാൻ പെട്ടെന്ന് തന്നെ തിരികെ വരാം. മുത്തശ്ശിക്കും തീരെ വയ്യ. ഞാനൊന്ന് പോയിക്കോട്ടെ. പക്ഷേ നില, എതിർപ്പൊന്നും പറയരുത് ശ്രീയമ്മ, പ്ലീസ്. എനിക്കിപ്പോൾ അവിടെ ആരെയും പേടിയൊന്നുമില്ല. പോയ ഉടനെ ഞാൻ തിരികെ വരാം. നില പറയുമ്പോൾ ശ്രീ നോക്കിയത് ജാനെയാണ്. നില ആകെ വിഷമത്തിലാണെന്ന് പറഞ്ഞ നിമിഷം ഓടിപ്പാഞ്ഞു വന്നതാണ് അവൻ. എല്ലാം പറഞ്ഞു തീർക്കാൻ തനിക്ക് അവൾ ഒറ്റ കുറച്ച് സമയം തരുമോ അമ്മ എന്ന് അവൻ ചോദിച്ചിരുന്നു ശ്രീയോട്. ശ്രീമംഗലം തറവാട്ടിൽ തങ്ങൾ ഒറ്റക്കാണെന്ന് അറിഞ്ഞ നിമിഷം ചെക്കൻ്റെ മനസ്സിൽ ലഡു പൊട്ടിയെന്ന് വേണം പറയാൻ. പക്ഷെ നീലാംബരിയുടെ മനസ്സിൽ ഇപ്പോൾ ജാനായിരുന്നില്ല. അവളുടെ മനസ്സിൽ നാഥൻ എന്ന തൻ്റെ അച്ഛൻ തന്നെയാണോ നാഥുമേനോൻ എന്ന് അറിയണമായിരുന്നു അവൾക്ക്. തൻ്റെ അമ്മയേക്കാൾ മറ്റാർക്കും പറയാൻ കഴിയാത്തൊരു സമസ്യയാണത്. മുന്നിൽ വന്ന് നിന്ന് തന്നെ തുറച്ചു നോക്കുന്നവനോടൊരു വാക്ക് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ തനിക്കുള്ളൂ. പക്ഷേ അവൻ തന്നെയാണ് തൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നവും. തൻ്റെ സംശയങ്ങൾ ധൈര്യപൂർവ്വം വിളിച്ചു പറയാൻ പാടില്ലാത്തവരുടെ മുമ്പിലാണ് താനിപ്പോൾ നിൽക്കുന്നത്. കാരണം ഇവരുടെ കണ്ണിൽ നാഥുമേനോൻ ഏതോ ഒരു സ്ത്രീയുടെ പ്രണയിച്ചതിൽ അകപ്പെട്ടു പോയവനാണ്. ആ നാഥുമേനോനാണ് തൻ്റെ അച്ഛൻ നാഥനെങ്കിൽ ഇവരുടെ കണ്ണിൽ ആ ദുഷ്ടയായ സ്ത്രീ തൻ്റെ അമ്മ ഭദ്രയാണ്. ഒപ്പം നീലാംബരി എന്ന താൻ ഭദ്ര പിഴച്ചു പെറ്റ മകളും. വീണ്ടും കാലം തന്നെ അതേ വ്യക്തിത്വത്തിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്നവൾക്ക് തോന്നിപ്പോയി. പിഴച്ചുണ്ടായവൾ നാഥുമേനോനാണോ നാഥനെന്ന് തനിക്കറിയണം. അമ്മയുടെ വായിൽ നിന്ന് തന്നെ. നാഥുമേനോനെടുത്ത ഫോട്ടോകൾ തന്റെ തറവാട്ടിൽ എങ്ങനെ വന്നു എന്ന് എനിക്കറിയണം. വായ പൂട്ടിവെച്ച് നടക്കുന്നവരെ കൊണ്ടും വായിൽ തോന്ന് വിളിച്ചു പറയുന്നവരെ കൊണ്ടും എല്ലാം പറയിപ്പിക്കണം. തുളസി പറഞ്ഞ പോലെ തറവാട്ടിൽ വന്നുപോയ വരത്തന്മാർ അച്ഛനെ കൊല്ലാൻ കൂട്ടുനിന്നെങ്കിൽ ആ വരത്തന്മാർ ആരായിരുന്നെന്ന് കണ്ടുപിടിക്കണം. നാഥുമേനോൻ അന്വേഷിച്ചു പോയ ആൾ രാമഭദ്രൻ മേനോൻ. അപ്പോൾ നാഥുമേനോന്റെ സുഹൃത്ത് ആരായിരിക്കും? ടീച്ചറമ്മ പറഞ്ഞ പോലെ എല്ലാം അറിയുന്ന ഏക വ്യക്തി പ്രേമൻ സാറാണെങ്കിൽ ഇനി പ്രേമ സാറായിരിക്കുമോ? അദ്ദേഹത്തിന്റെ സുഹൃത്ത് രാമാനുജൻ, പ്രേമൻ സാർ, ശശിധരൻ മാമ. തന്റെ ഫോണിലുള്ള മുഖം വ്യക്തമല്ലാത്ത ആ ഫോട്ടോയിലുള്ളവർ ഇവരാണെങ്കിൽ ആ ഫോട്ടോ എടുത്ത 4ാമത്തെ വ്യക്തി നാഥുമേനോൻ ആയിരിക്കണം. നാഥുമേനോൻ പോയ സ്ഥലങ്ങളുടെയൊക്കെയും ചിത്രങ്ങളടങ്ങിയ ആൽബങ്ങളെല്ലാം ഈ മുറിയിൽ അദ്ദേഹത്തിന്റെ അലമാരിൽ തന്നെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് മേലാറ്റൂർമാനയുടെ ഒരു ഫോട്ടോ പോലും ഇവിടെ ഇല്ല? അതിനർത്ഥം ആ ആൽബം ഉള്ളത് മേലാറ്റൂർമാനയിലാണെന്നല്ലേ? അപ്പൊ തുടങ്ങി വെക്കേണ്ടത് അവിടെ നിന്ന് തന്നെയാണ്. തിരികെ പോയേ തീരൂ. നീലാംബരിയുടെ മനസ്സിൽ ഒടുങ്ങാത്തത്രയും തിരമാലകൾ വീശിയടിച്ചു. എല്ലാത്തിനുമുപരി അവളുടെ പ്രാണനെ പിരിയാനാവില്ല അവൾക്ക് എന്നുള്ളതായിരുന്നു. ഇനിയുള്ള തന്റെ ലക്ഷ്യം അത്ര ഈയുള്ളവന് വേണ്ടി കൂടിയാണ്. ഇനിയൊരു തടസ്സം തങ്ങൾക്കിടയിൽ ഉണ്ടായാൽ സഹിക്കാനാവില്ല തനിക്ക്. പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ മനസ്സിലേക്ക് ആഴ്ന്നുപോയൊരു പ്രണയം. കണ്ടന്നു മുതൽ ഈ നിമിഷം വരെയും വിധി കാരണങ്ങൾ ഉണ്ടാക്കി ചേർത്ത് വെച്ചൊരു പ്രണയം. ആ പ്രണയം തന്റെ അമ്മയെയും തന്നെയും തിരിച്ചറിഞ്ഞാൽ എന്താവും സംഭവിക്കുക? അന്ന് നിരത്താൻ തന്റെ പക്കൽ തെളിവുകൾ വേണം. അവൾ ഇരുവരെയും മാറി മാറി നോക്കിപ്പോയി.
എല്ലാം കൂടി കണ്ടും കേട്ട് അവൾ ആകെ വല്ലാത്തൊരവസ്ഥയിലാ ഉണ്ണിക്കുട്ട. അതാ പെട്ടെന്ന് അമ്മയെ കാണുന്നൊക്കെ പറയുന്നു. എന്തൊക്കെയാ ഈ പാവം പെൺകുട്ടി സൈസ് ഓർക്കുമ്പോൾ എനിക്ക് പോലും അതിശയ. നീ ഒന്ന് അല്പനേരം സംസാരിക്കും, ഞാൻ താഴെ നിന്റെ കാറിൽ നിങ്ങളെ വെയിറ്റ് ചെയ്യാം. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.